വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് എ ഗെയിം ഓഫ് ചാൻസ് എന്ന ഒരു പാഠമാണ്. നല്ലൊരു രസകരമായൊരു കഥയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ടാവും, പീടികളിലൊക്കെ ഉണ്ടാവും ലക്കി ഡ്രോ മത്സരങ്ങൾ. അതായത് ഏത് നമ്പർ സെലക്ട് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഏത് നമ്പറാണോ അതിലുള്ള ആ നമ്പർ എഴുതിയിട്ടുള്ള വസ്തുക്കൾ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരുപാട് കളികളൊക്കെ നിങ്ങൾ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ലക്കി ഭാഗ്യം നിർണ്ണയിക്കുന്ന ഒരു കളിയാണ്, അങ്ങനത്തെ ഒരു പാഠമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഹാവ് യു എവർ വോൺ എനിത്തിങ് ബിഫോർ യു റീഡ് എന്നുള്ളത് നോക്കുക. ഹാവ് യു എവർ വോൺ എനിത്തിങ് ഇൻ എ ലക്കി ഡിപ്പ് ഓർ അതർ സച്ച് ഗെയിം ഓഫ് ചാൻസ്? ഡു യു ലൈക്ക് സച്ച് ഗെയിംസ്? അപ്പോൾ ലക്കി ഡിപ്പ് പോലത്തുള്ള, ലക്കി ഡിപ്പ് പറഞ്ഞാൽ ഭാഗ്യം നോക്കാൻ വേണ്ടിയിട്ട്, ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കളികളിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ അങ്ങനത്തെ ചാൻസ് ഉള്ള ഗെയിമുകൾ, അങ്ങനത്തെ കളികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ഗെയിം ഓഫ് ചാൻസ്, അപ്പോൾ ഒരു കളിയുടെ അവസരം. എവറി ഇയർ ഓൺ ദ ഒക്കേഷൻ ഓഫ് ഈദ് there was a fair in our village. അപ്പോൾ എല്ലാ വർഷവും ഈദിൻ്റെ സമയത്ത്, ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ സന്ദർഭം, സമയം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇതിൽ പറയുന്ന അർത്ഥങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതിന് അർത്ഥം വേറെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അർത്ഥം ഇതിൽ പറയും, അപ്പോൾ പറയുമ്പോൾ എന്താ എഴുതി വെക്കാം. അപ്പോൾ എവറി ഇയർ ഓൺ ദ ഒക്കേഷൻ ഓഫ് ഈദ് there was a fair in our village. ഫെയർ എന്ന് പറഞ്ഞാൽ മേള, ചന്ത എന്നൊക്കെ പറയും. ഫെയർ, മേള, ചന്ത. അപ്പോൾ ഞങ്ങളുടെ വില്ലേജിൽ എല്ലാ ഈദിൻ്റെ പെരുന്നാൾ ദിവസത്തിലും എന്തുണ്ടാവും, ചന്ത മേള ഉണ്ടാവാറുണ്ട്. ഈദ് വാസ് സെലിബ്രേറ്റഡ് ഓൺലി 1 day ബട്ട് ദ ഫെയർ ലാസ്റ്റഡ് മെനി ഡേയ്സ്. അപ്പോൾ ഈദ് പെരുന്നാൾ ദിവസം ഒരു ദിവസം മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഈദ് വാസ് സെലിബ്രേറ്റഡ്, അത് ആഘോഷിക്കപ്പെട്ടു, സെലിബ്രേറ്റഡ് ആഘോഷിക്കപ്പെട്ടു, ഓൺലി 1 day ഒരു ദിവസം മാത്രം. ബട്ട് ദ ഫെയർ, ഈ മേള, ലാസ്റ്റഡ് അത് അവസാനിക്കാറുണ്ട്, മെനി ഡേയ്സ് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കാറുണ്ട്. ഈ മേളകൾ പെരുന്നാൾ ദിവസം ഒരു ദിവസം ഉള്ളെങ്കിലും ഫെയറിൻ്റെ ദിവസം ഒരുപാട് ദിവസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ട്രേഡ്സ്മാൻ ഫ്രം ഫാർ ആൻഡ് വൈഡ് കെയിം ദർ വിത്ത് ഓൾ കൈൻഡ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ട്രേഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ സൈഡിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഷോപ്പ് കീപ്പർ ഓർ പീപ്പിൾ ഹൂ ഹാവ് ഗുഡ്സ് ടു സെൽ. അപ്പോൾ കച്ചവടക്കാർക്കാണ് എന്താ പറയുക, ട്രേഡ്സ്മാൻ എന്ന് പറയാം. അപ്പോൾ കച്ചവടക്കാർ ഫ്രം ഫാർ ആൻഡ് വൈഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. അപ്പോൾ ഫ്രം ഫാർ ആൻഡ് വൈഡ് എല്ലായിടത്തു നിന്നും. ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ, വൈഡെന്ന് വിശാലമായിട്ട്, അതായത് അതിന് ഫാർ ആൻഡ് വൈഡ് എന്ന് പറയും. എന്തിന്? എല്ലായിടത്തു നിന്നുള്ളതിന് ഫാർ ആൻഡ് വൈഡ് എന്ന് പറയും. അപ്പോൾ എല്ലായിടത്തു നിന്നും ആളുകൾ വരുന്നു, ഇവിടെ വരുന്നു. വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഗുഡ്സ്, എല്ലാ ഇനം ഗുഡ്സുമായിട്ട്, ചരക്കുകളുമായിട്ട് അവർ വരുന്നു. ഗുഡ്സാണ് ചരക്ക്. എന്തിനു വേണ്ടിയിട്ട്? ടു സെൽ, വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. അപ്പോൾ സെല്ലിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ബൈ എന്നുള്ളത്. അപ്പോൾ യു കുഡ് ബൈ എനിത്തിങ് ഫ്രം എ സ്മോൾ പിൻ ടു എ ബിഗ് ബഫലോ. അപ്പോൾ യു കുഡ് ബൈ, നിനക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ സെല്ലിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ബൈ എന്നുള്ളത്. എനിത്തിങ്, എന്തും വാങ്ങാൻ കഴിയും. ഫ്രം എ സ്മോൾ പിൻ, ഒരു ചെറിയ പിന്ന് മുതൽ, ടു എ ബിഗ് ബഫൽ, ഒരു വലിയൊരു പോത്തിനെ വരെ എനിക്ക് ഈ ചന്തയിൽ വന്നാൽ വാങ്ങാൻ കഴിയും. അപ്പോൾ അങ്കിൾ ടുക്ക് മീ ടു ദ ഫെയർ. ബയ്യ ഹു വർക്ക് ഫോർ അസ് അറ്റ് ഹോം കെയിം വിത്ത് അസ്. അങ്കിൾ, എൻ്റെ അമ്മാവനെ എന്നെ ഫെയറിലേക്ക് കൊണ്ടുപോയി. ബയ്യ എന്ന് പറഞ്ഞാൽ ആരാണ്? ബയ്യ എന്ന് പറഞ്ഞാൽ ഹു വർക്ക്ഡ് ഫോർ അസ് അറ്റ് ഹോം, ഞങ്ങൾ വീട്ടിലെ ജോലിക്കാരനാണ് ആര്? ബയ്യ. കെയിം വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ വന്നു. ദർ വാസ് എ ബിഗ് ക്രൗഡ് അറ്റ് ദ ഫെയർ. അപ്പോൾ ചന്തയിലുണ്ടായ ഒരുപാട് ആളുകളുണ്ടാവും, ഒരുപാട് വസ്തുക്കളുണ്ടാവും. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും ഒരുപാട് വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്കിൾ വാസ് ലീഡിങ് അസ് ത്രൂ ദ ക്രൗഡ് വെൻ ഹി മെറ്റ് എ ഫ്യൂ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അങ്കിള് ഞങ്ങളെ ജനക്കൂട്ടത്തിനിടയിലൂടെ ഞങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് അങ്കിളിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടു. ക്രൗഡ് പറഞ്ഞാൽ ജനക്കൂട്ടത്തിൻ്റെ പറയണതാണ് ക്രൗഡിൻ്റെ അർത്ഥമാണ് CROWD, ക്രൗഡ്, ജനക്കൂട്ടം.
ജനക്കൂട്ടത്തിനിടയിൽ പോകുന്ന സമയത്ത് അങ്കിൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി. എ ഫ്യൂ ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ കുറച്ച് ചങ്ങാതിമാരെ. ദേ വാണ്ടഡ് ഹിം ടു സ്പെൻഡ് സം ടൈംസ് വിത്ത് ദം. അപ്പോൾ ആ അങ്കിളിൻ്റെ ഫ്രണ്ട്സ് അങ്കിളിനോട് ആവശ്യപ്പെട്ടു എന്തിന്? ടു സ്പെൻഡ്, ചിലവഴിക്കാൻ, സം ടൈം, കുറച്ച് സമയം അവരോട് കൂടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അങ്കിളിൻ്റെ ഫ്രണ്ട്സ് അങ്കിളിനോട് പറഞ്ഞു. അങ്കിൾ ആസ്ക്ഡ് മീ വെദർ ഐ വുഡ് ലൈക്ക് ടു ലുക്ക് അറൗണ്ട് ദ ഫെയർ വിത്ത് ബയ്യ ടിൽ ഹീ കെയിം ബാക്ക്. അപ്പോൾ അങ്കിൾ എന്നോട് എന്ത് പറഞ്ഞു? നീ ബയ്യയോട് കൂടി ഫെയർ മേളൊക്കെ ഒന്ന് ചുറ്റി കണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്കിൾ എന്നോട് പറഞ്ഞു. അങ്കിൾ ആസ്ക്ഡ് മീ, എന്നോട് പറഞ്ഞു, വെദർ, ഏത് സമയത്ത്? ഐ വുഡ് ലൈക്ക് ടു ലുക്ക് അറൗണ്ട് ദ ഫെയർ മുഴുവനായിട്ട് നടന്ന് കാണാൻ എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ ആ സമയത്താണ് അങ്കിൾ എന്നോട് പറഞ്ഞത് അങ്കിൾ വരുന്ന സമയം വരെ ബയ്യയോട് കൂടെ ഫെയർ മൊത്തം കണ്ടുവരാൻ പറഞ്ഞു. ഐ വാസ് ഹാപ്പി ടു ഡു ദാറ്റ്. അത് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, വളരെ സന്തുഷ്ടവാനായിരുന്നു ഞാനതിൽ. അങ്കിൾ വാണ്ട് മീ നെയ്തർ ടു ബൈ എനിത്തിങ് നോർ ടു ഗോ ടു ഫാർ ഔട്ട് വൈൽ ഹി വാസ് എവേ. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞെന്താണ്? അങ്കിൾ വാണ്ടഡ് മീ, എന്നെ വാൺ ചെയ്യുക പറഞ്ഞാൽ എന്നോട് ആവശ്യപ്പെടാം. വാൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യാന്നർത്ഥം. അങ്കിൾ വാണ്ട് മീ നെയ്തർ, ഇല്ല, നെയ്തർ എന്നാൽ ഇല്ല, നെയ്തർ ടു ബൈ എനിത്തിങ്, ഒന്നും വാങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ നോർ ടു ഗോ ടു ഫാർ, കൂടുതൽ ദൂരേക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നും. നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതുമില്ല ഇതുമില്ല അർത്ഥം. നെയ്തർ ടു ബൈ എനിത്തിങ് നോർ ടു ഗോ ടു ഫാർ. എന്ത് ചെയ്യാനും പാടില്ല? ഒന്നും വാങ്ങാനും പാടില്ല, കൂടുതൽ ദൂരേക്ക് പോകാനും പാടില്ല. വൈൽ ഹി വാസ് എവേ, അങ്കിള് ദൂരെ ആയിരിക്കുന്ന സമയത്ത് പുറത്തേക്കൊന്നും പോകാൻ പാടില്ല എന്ന് അങ്കിള് പറയുകയും ചെയ്തു. ഐ പ്രോമിസ്ഡ്, ഞാൻ സത്യം ചെയ്തു. ദാറ്റ് ഐ വുഡ് വെയിറ്റ് ഫോർ ഹിം, അങ്കിളിന് വേണ്ടി ഞാനവിടെ കാത്തിരിക്കുമെന്ന് ഞാൻ അങ്കിളിനോട് പ്രോമിസ് ചെയ്തു. ബയ്യ ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഷോപ്പ് ടു ഷോപ്പ്. ബയ്യയും ഞാനും ഒരു കടയിൽ നിന്ന് മറ്റു കടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ദർ വാസ് മെനി തിങ്സ് ഐ വുഡ് ഹാവ് ലൈക്ക് ടു ബൈ ബട്ട് ഐ വെയിറ്റഡ് ഫോർ അങ്കിൾ ടു റിട്ടേൺ. അപ്പോൾ ഒരുപാട് വസ്തുക്കൾ എനിക്ക് വാങ്ങാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാത്തിരുന്നു. ബട്ട് ഐ വെയിറ്റഡ് ഫോർ അങ്കിളിന് വേണ്ടി കാത്തിരുന്നു. ടു റിട്ടേൺ, അങ്കിൾ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ദെൻ വി കെയിം ടു വാട്ട് വാസ് കോൾഡ് ദ ലക്കി ഷോപ്പ്. ലക്കി ഷോപ്പ് എന്ന് പേര് പറയപ്പെടുന്ന ഒരു കടയിലേക്ക് ഞങ്ങൾ എത്തി. ദെൻ വി കെയിം, ഞങ്ങൾ ചെന്നു. ടു വാട്ട് വാസ് കോൾഡ് ദ ലക്കി ഷോപ്പ്, ലക്കി ഷോപ്പ് എന്ന് ഏത് കടയാണോ വിളിച്ചിരുന്നത് ആ കടയിലേക്ക് ഞങ്ങൾ എത്തി. ദ ഷോപ്പ് കീപ്പർ വാസ് നെയ്തർ യങ് നോർ ഓൾഡ്. ഷോപ്പ് കീപ്പർ, ആ കടയിൽ ലക്കി ഷോപ്പിലുണ്ടായിരുന്ന കച്ചവടക്കാരൻ യങ്ങുമല്ല ഓൾഡുമല്ല, വയസ്സനുമല്ല യുവാവുമല്ല. ഹി വാസ് എ മിഡിൽ ഏജ്ഡ് മെൻ. അദ്ദേഹം ഒരു മധ്യവയസ്കനായിരുന്നു. 40-50 ഇടയിലുള്ള വയസ്സുള്ള ആളായിരുന്നു അദ്ദേഹം. ഹി വാണ്ടഡ് എവരിബഡി ടു ട്രൈ ദെയർ ലക്ക്. അതിനു മുമ്പ് ഹി സീംഡ് നെയ്തർ ടു സ്മാർട്ട് നോർ ടു ലേസി. അപ്പോൾ ഈ ഷോപ്പ് കീപ്പർ എന്തായിരുന്നില്ല? നല്ല ഉഷാറുള്ള ആളോ എന്നാൽ മടിയാനോ ആയിരുന്നില്ല, രണ്ടിനിടയിലുള്ള ഒരാളായിരുന്നു. ഹി സീംഡ് നെയ്തർ ടു സ്മാർട്ട് നോർ ടു ലേസി. ഇവിടെയുണ്ട് നെയ്തർ നോർ എന്ന് ഇവിടെയുണ്ട്. നെയ്തർ ടു സ്മാർട്ട് നോർ ടു ലേസി, സ്മാർട്ടും അല്ല ലേസിയും അല്ല, കൂടുതൽ ഉഷാറുള്ള ആളും അല്ല എന്നാൽ മടിയനും അല്ല, രണ്ടിനിടയിലുള്ള ആൾക്കാണ് പറയുന്നത്. ഹി വാണ്ടഡ് എവരിബഡി ടു ട്രൈ ദെയർ ലക്ക്. അദ്ദേഹം കച്ചവടക്കാരൻ എല്ലാവരുടെയും ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ദർ വർ ഡിസ്ക് ഓൺ ദ ടേബിൾ വിത്ത് നമ്പേഴ്സ് ഫ്രം 1 to 10 ഫേസിങ് ഡൗൺ. അപ്പോൾ അവിടെ ഒരുപാട് ചക്രങ്ങളുണ്ട്. ഡിസ്ക് പറഞ്ഞാൽ ചക്രങ്ങൾ. ടു 10, 1 മുതൽ 10 വരെ എഴുതിയിട്ടുള്ള, ഫേസിങ് ഡൗൺ എന്നാൽ താഴേക്ക് മുഖം തിരിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചക്രങ്ങളുണ്ട്. അപ്പോൾ 1 മുതൽ 10 വരെ എഴുതിയിട്ടുള്ള കുറച്ച് ചക്രങ്ങളുണ്ട്. ആൾ യു ഹാഡ് ടു ഡു വാസ് ടു പേ 50 പൈസ. അപ്പോൾ ആർക്കൊക്കെ ഇത് കളിക്കണമെന്നുണ്ടോ അവർക്കൊക്കെ 50 പൈസ അടക്കേണ്ടതുണ്ട്. ആൾ യു ഹാഡ് ടു വാസ് ടു പേ ചെയ്യേണ്ടതുണ്ട്, 50 പൈസ
എല്ലാവർക്കും പേ ചെയ്യേണ്ടത്. പിക്കപ്പ് എനി 6 ഡിസ്ക്, ആഡ് അപ്പ് ദ നമ്പേഴ്സ് ഓൺ ദ ഡിസ്ക് ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ. ദ ആർട്ടിക്കിൾ മാർക്ക്ഡ് വിത്ത് ദാറ്റ് നമ്പർ വാസ് യുവേഴ്സ്. അപ്പോൾ കളി എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മുതൽ 10 വരെ നമ്പർ എഴുതിയിട്ടുള്ള ഡിസ്കുകളുണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും 6 സെലക്ട് ചെയ്യാം. അങ്ങനെ ആ 6 സെലക്ട് ചെയ്ത് അതിലെ നമ്പർ മുഴുവൻ കൂട്ടി കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ ഏത് ഇതിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അത് നമുക്ക് എടുക്കാമെന്നാണ് കളി. അപ്പോൾ ആൾ യു ഹാവ് ടു ഡു വാസ് ടു പേ 50 പൈസ. അപ്പോൾ 50 രൂപ 50 പൈസ എല്ലാവർക്കും കൊടുക്കണം. കളിക്കണമെന്നുള്ള ആൾക്ക് 50 പൈസ കൊടുക്കണം. പിക്കപ്പ് എനി 6 ഡിസ്ക്, ഏതെങ്കിലും 6 ഡിസ്കുകൾ എടുക്കുക. ആഡ് അപ്പ് ദ നമ്പേഴ്സ്, അപ്പോൾ ഓരോ ഡിസ്കുമ്പോൾ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും. ആ നമ്പർ കൂട്ടുക. ആഡ് ചെയ്യാനാൽ കൂട്ടുക. അപ്പോൾ ആ ഡിസ്കുമുള്ള നമ്പറിൽ കൂട്ടുക. ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ, അങ്ങനെ ടോട്ടൽ കിട്ടും. ദ ആർട്ടിക്കിൾ മാർക്കഡ്, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വസ്തു, ആർട്ടിക്കിൾ മാർക്കഡ് വിത്ത് ദാറ്റ് നമ്പർ, ആ നമ്പർ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾ എന്താവും വാസ് യുവേഴ്സ്, അത് നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സാധനം കിട്ടും. അതാണ് ഇവിടുത്തെ കളി. അപ്പോൾ ഇനി ഒരു 2 ആളുകളെ കളിച്ച രീതി പറയാണ്. അവർക്ക് എന്തൊക്കെ കിട്ടിയെന്നാണ് പറയണത്. 5-ാമത്തേതിൽ ആൻ ഓൾഡ് മാൻ പേഡ് 50 പൈസ ആൻഡ് സെലക്റ്റഡ് 6 ഡിസ്ക്സ്. അപ്പോൾ ഒരു വയസ്സായ മനുഷ്യന് 50 പൈസ കൊടുത്തിട്ട് 6 ഡിസ്കുകൾ സെലക്ട് ചെയ്തു. ഹി ആഡഡ് അപ്പ് ദ നമ്പേഴ്സ് ഓൺ ദം ആൻഡ് ഫൗണ്ട് ദ ടോട്ടൽ വാസ് 50. അപ്പോൾ അദ്ദേഹം ആ 6 ഡിസ്ക് കൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ കിട്ടി. ടോട്ടൽ എത്രയായിരുന്നു? 15 ടോട്ടൽ. ഹി വാസ് ഗിവൺ ദ ആർട്ടിക്കിൾ മാർക്കഡ് 50. അപ്പോൾ അദ്ദേഹത്തിന് 15 എന്ന് ഏത് മേലാണോ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ എന്തായിരുന്നു അത്? വിച്ച് വാസ് ദ ബ്യൂട്ടിഫുൾ ക്ലോക്ക്, അതൊരു നല്ല ഭംഗിയുള്ളൊരു ക്ലോക്കായിരുന്നു. ബട്ട് ദ ഓൾഡ് മാൻ ഡിഡ് നോട്ട് വാണ്ട് എ ക്ലോക്ക്. അദ്ദേഹം എന്തായിട്ടില്ല, ഈ ക്ലോക്ക് അദ്ദേഹത്തിന് ആവശ്യമില്ല. ദ ഷോപ്പ് കീപ്പർ ഒബ്ലിജ്ഡ് ഹിം ബൈ ബൈയിങ് ഇറ്റ് ബാക്ക് ഫോർ 50 റുപ്പീസ്. അപ്പോൾ ഷോപ്പ് കീപ്പർ അദ്ദേഹം 15 രൂപയ്ക്ക് തന്നെ അത് വാങ്ങാൻ നിർബന്ധിതനായി. ദ ഓൾഡ് മാൻ വെൻ്റ് അവേ വെരി പ്ലീസ്ഡ്. അദ്ദേഹം സന്തോഷമായിട്ട് അദ്ദേഹം പോയി. അപ്പോൾ ഓൾഡ് മാന് നമ്പറുകൾ കൂട്ടി കിട്ടിയിട്ട് ഇപ്പോൾ 15 കിട്ടിയത്. 15ാമത്തെ നമ്പറാണ് കിട്ടിയത്. പക്ഷേ ഓൾഡ് മാന് ക്ലോക്ക് ഇഷ്ടമില്ല. അപ്പോൾ അദ്ദേഹം ഷോപ്പ് കീപ്പറിനെ തിരിച്ചു കൊടുത്തു. അത് 15 രൂപ വാങ്ങിയിട്ട് അദ്ദേഹം സന്തോഷമായിട്ട് പോയി. പ്ലീസ്ഡ് ആണെങ്കിൽ വെരി പ്ലീസ്ഡ് ആണെങ്കിൽ വളരെ സന്തോഷമായിട്ട് അദ്ദേഹം പോയി. ഇനി അടുത്തത് ഒരു കുട്ടിയാണ്. ദെൻ എ ബോയ് എ ലിറ്റിൽ ഓൾഡർ ദാൻ ഐ. എന്നെക്കാൾ വയസ്സ് കുറവുള്ള ഒരു കുട്ടി. ട്രൈഡ് ഹിസ് ലക്ക്, അവൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു. ഈ ഗോട്ട് എ കോം വർത്ത് 25 പൈസ. 25 പൈസയുടെ ഒരു ചീർപ്പ് കിട്ടി. കോമ്പറൻ ചീർപ്പ്. ദ ഷോപ്പ് കീപ്പർ ലുക്ക്ഡ് നെയ്തർ ഹാപ്പി നോർ സാഡ്. ഷോപ്പ് കീപ്പർ സന്തോഷവാനോ ദുഃഖിതനോ ആയിരുന്നില്ല. കാരണം 15 പൈസ കൊടുത്തിട്ട് കിട്ടിയത് 25 പൈസയുടെ ഒരു കോമ്പാണ്. ഹി ബോട്ട് ദ കോംബ് ഫ്രം ദ ബോയ് ഫോർ 25 പൈസ. അപ്പോൾ ഷോപ്പ് കീപ്പർ 25 പൈസക്ക് ആ കോംബ് കുട്ടിയിൽ നിന്ന് വാങ്ങി. ദ ബോയ് ട്രൈഡ് ഹിസ് ലക്ക് അഗെയിൻ. അങ്ങനെ ആ കുട്ടി വീണ്ടും അവൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഹീ നൗ ഗോട്ട് എ ഫൗണ്ടൻ പെൻ വർത്ത് 3 റുപ്പീസ്. പിന്നെ അവന് കിട്ടിയ ഒരു ഫൗണ്ടൻ പേനാണ്. ഒരു നല്ലൊരു പേന അവന് കിട്ടി. 3 രൂപയുടെ പേന കിട്ടി. ദെൻ ഹീ ട്രൈഡ് എ തേർഡ് ടൈം ആൻഡ് ഗോട്ട് എ റിസ്റ്റ് വാച്ച് വർത്ത് 25 റുപ്പീസ്. വീണ്ടും 3ാമത്തെ പ്രാവശ്യം ആ കുട്ടി അവൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു. അപ്പോൾ അവന് കിട്ടി? ഗോട്ട് എ റിസ്റ്റ് വാച്ച്, ഒരു വാച്ച് കിട്ടി. 25 പൈസയുടെ ഒരു വാച്ച് കിട്ടി. വെൻ ഹി ട്രൈഡ് അഗെയിൻ ഹി ഗോട്ട് എ ടേബിൾ ലാമ്പ് വർത്ത് മോർ ദാൻ 10 റുപ്പീസ്. വീണ്ടും ആ കുട്ടി ഭാഗ്യം പരീക്ഷിച്ചപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയത്? 10 രൂപയുടെ 10 റുപ്പീസിൻ്റെ കിട്ടി? ഒരു ടേബിൾ ലാമ്പ് കിട്ടി. ആ മേശമേക്ക് വെക്കണ ഒരു ലാമ്പ് കിട്ടി അവന്. ദ ബോയ് വാസ് ഹാപ്പി ആൻഡ് വെൻ അവേ വിത്ത് എ സ്മൈൽ ആൻഡ് എ ഗുഡ് ഡീൽ ഓഫ് ക്യാഷ്. അപ്പോൾ കുട്ടി വളരെ സന്തോഷവാനായിട്ട് അവന് പോയി. വിത്ത് എ സ്മൈൽ, ഒരു ചിരിയോട് കൂടെ, ആൻഡ് എ ഗുഡ് ഡീൽ ഓഫ് ക്യാഷ്, ഒരുപാട് കാശുകളുമായിട്ട് ആ കുട്ടി മടങ്ങി. ഡീൽ എന്ന് പറഞ്ഞാൽ
ഓഹരി വിഹിതം എന്നൊക്കെ പറയാം. ഇനി ബാക്കി പറയുന്നത് ഐ വാണ്ട് ടു ട്രൈ മൈ ലക്ക് ടു. ഞാൻ എൻ്റെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഐ ലുക്ക്ഡ് അറ്റ് ബയ്യ. ഞാൻ ബയ്യൻ്റെ മുഖത്തേക്ക് നോക്കി. ഹി എൻകറേജഡ് മീ. ബയ്യ എന്നെ എന്തായി പ്രോത്സാഹിപ്പിച്ചു. എൻകറേജഡ് എന്ന് പ്രോത്സാഹിപ്പിച്ചു. ഐ പെയ്ഡ് 50 പൈസ ആൻഡ് ടുക്ക് 6 ഡിസ്ക്. ഞാൻ 50 പൈസ കൊടുത്തിട്ട് 6 ഡിസ്കിലെടുത്തു. മൈ ലക്ക് വാസ് നോട്ട് ടു ഗുഡ്. എൻ്റെ ഭാഗ്യം എന്തായിരുന്നില്ല, നല്ലതായിരുന്നില്ല. ഐ ഗോട്ട് 2 പെൻസിൽ. എനിക്ക് 2 പെൻസിലുകൾ കിട്ടി. ദ ഷോപ്പ് കീപ്പർ ബോട്ട് ദം ഫ്രം മീ ഫോർ 25 പൈസ. 25 പൈസക്ക് എന്തായി ആ 2 പെൻസിലുകൾ ഷോപ്പ് കീപ്പറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. ഐ ട്രൈഡ് അഗെയിൻ. ഞാൻ വീണ്ടും പരീക്ഷിച്ചു. ദിസ് ടൈം ഐ ഗോട്ട് എ ബോട്ടിൽ ഓഫ് ഇങ്ക്. എനിക്ക് ഈ സമയത്ത് കിട്ടിയത് ഒരു മഷിക്കുപ്പിയാണ്. ബോട്ടിൽ ഓഫ് ഇങ്ക്, ഒരു മഷിക്കുപ്പിയാണ് എനിക്ക് കിട്ടിയത്. ആൾസോ എ ലിറ്റിൽ വാല്യൂ. കുറഞ്ഞ വിലയുള്ള, വാല്യൂ പറഞ്ഞ വില, കുറഞ്ഞ വിലയുള്ള ഒരു മഷിക്കുപ്പിയാണ് എനിക്ക് കിട്ടിയത്. ദ ഷോപ്പ് കീപ്പർ ബോട്ട് ദാറ്റ് ടു ഫോർ 25 പൈസ. 25 പൈസക്ക് ഷോപ്പ് കീപ്പർ വീണ്ടും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. ഐ ടുക്ക് എ ചാൻസ് ഫോർ ദ തേർഡ് ടൈം. സ്റ്റിൽ ലക്ക് വാസ് നോട്ട് വിത്ത് മീ. വീണ്ടും 3ാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ ചാൻസ് എന്തായി ഞാൻ എടുത്തു. സ്റ്റിൽ ഇപ്പോഴും ഇതുവരെ എന്താണ് ലക്ക് വാസ് നോട്ട് വിത്ത് മീ. ഇതുവരെ ഭാഗ്യം എൻ്റെ കൂടെയായിരുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് കഴിയുന്നു. അടുത്ത ക്ലാസ് ബാക്കി ഇൻഷാ അല്ലാഹ് എടുക്കാം.